ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി Paytm ഏണിംഗ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു Paytm ഏണിംഗ് ആപ്ലിക്കേഷന് വേണ്ടി. അതും ഗെയിം കളിച്ച് Paytm ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ. ഒരുപാട് ആപ്ലിക്കേഷൻസ് റിലീസ് ആവുന്നുണ്ട്, പക്ഷേ ഒന്നും പേയ്മെൻറ്റ് തരുന്നില്ലായിരുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പേയ്മെൻറ്റിൽ. പക്ഷേ ഇപ്പോൾ പേയ്മെൻറ്റ് റിസീവ് ആയപ്പോൾ നമുക്ക് 100% വിശ്വസിക്കാം. അതുപോലെ തന്നെ കമ്പനിയും വെരിഫൈഡ് ആണ്. ഞാൻ കാണിച്ചു തരാം വിത്ത് പ്രൂഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ സെലക്ട് ചെയ്ത് പ്രസ് ചെയ്തിട്ട് അത് ഓളിൽ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം കഴിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ 2 മിനിറ്റ് നമ്മുടെ റമ്മി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, 2 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. ഇന്നത്തെ റീചാർജൊക്കെ ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് മാത്രമാണ് 2 മിനിറ്റ് കൊണ്ട് ഒതുക്കി കളയുന്നത്. ഇല്ലെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിനും. ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 1% പോലും ആരെയും നിർബന്ധിക്കില്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 100 രൂപ വല്ലതും റീചാർജ് ചെയ്തിട്ട് 100 രൂപ കളയാൻ ഇരിപ്പുണ്ടെങ്കിൽ, അതായത് കളഞ്ഞാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് 1-2 ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൻഗോ, അതുപോലെ തന്നെ റമ്മിഗോ, ഇതൊക്കെ നമ്മുടെ പ്രഡിഷൻ ഗെയിമുകളാണ്. നമ്മൾ സാധാരണ സ്കൈ എം ആർഎക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ് ആൻഡ് വെൽപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതും അതുപോലെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് റെഡ് ആൻഡ് വെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ എത്രത്തോളം റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണെന്ന് അറിയില്ല. അത്രയ്ക്ക് നല്ലൊരു ഇതല്ല. എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനകത്ത് അന്തർബാഹർ ഒരുപാട് ഗെയിമുകളുണ്ട്. പിന്നെ നമുക്ക് സൈനപ്പ് ബോണസ് ഒരു 10 രൂപയോളം കിട്ടും. പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ കളിക്കാം. അങ്ങനെ 1-2 ഗുണങ്ങളും ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അന്തർബാഹർ ഗെയിമുണ്ട്, റമ്മിഗോ അത് തന്നെയാണ്. പിന്നെ നമുക്കാണെങ്കിൽ കാർ റൗലറ്റ് ഉണ്ട്. കാർ റൗലറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമെന്ന് അടിപൊളി ഒരു സംഭവമാണ്. നമ്മൾ വെക്കുന്നതിൻ്റെ 40x ടൈംസ് വരെ നമുക്ക് ഇതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കളിക്കാൻ അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ നിങ്ങളുടെ സൈനപ്പ് ബോണസും അതുപോലെ 1-2 ആൾക്കാരെയൊക്കെ റെഫർ ചെയ്തിട്ടുമൊക്കെ നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. വിഡ്രോ എന്ന് പറയുന്ന മിനിമം വിഡ്രോ 200 രൂപയാണ്. ഓക്കെ, നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ 8 രൂപ മറ്റോ 8 രൂപ എനിക്കൊന്ന് 10 രൂപ കണ്ട് ടോട്ടൽ നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടത്തുള്ളൂ. മിനിമം വിഡ്രോ 200 രൂപയാണ്. അപ്പോൾ അങ്ങ് വരെ നിങ്ങൾക്ക് റെഫറും ചെയ്ത് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വിഡ്രോ അടിക്കാം. പേയ്മെൻറ്റൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറുന്നുണ്ട്. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളാരും പേടിക്കേണ്ട, 100% ഷുവറായിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ ചെറിയ പ്രോബ്ലം അത് ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിൻഗോ കളിക്കുമ്പോഴാണെങ്കിലും പച്ച വെക്കുന്ന സമയത്ത് ചുമപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പൈസ നമുക്ക് ലോസ് ആവും. ഓക്കെ, പിന്നെ ഇതിനകത്ത് പ്രഡിക്ഷൻ ടൈമുണ്ട്. അതായത് ഇവരുടെ തന്നെ പ്രഡിക്ഷൻ ഗ്രൂപ്പുകളുണ്ട്. അപ്പം 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രഡിക്ഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കളിച്ച് നോക്കാം. പ്രഡിക്ഷൻ എത്രത്തോളം ആക്യുറസി, എത്ര ലെവലിൽ അവർ വിന്നിങ് കൊണ്ടുവരുന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് Paytm ഏണിംഗ് ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ആദ്യം നോക്കാം. എന്താ ഇവിടെ കണ്ടോളുക, ഇവിടെ ഡേറ്റും അതുപോലെ തന്നെ ടൈമും നിങ്ങൾ നോക്കിക്കോളൂ. 24 ജനുവരി 5:54 PM നമുക്ക് 277 രൂപ റിസീവ് ആയിട്ടുണ്ട്. റോസ് പൗച്ച് എന്ന പേരിലാണ് റിസീവ് ആവുന്നത്. KYC ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് Paytmലേക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ എടുക്കാവുന്നതാണ്. 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ലാംഗ്വേജ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മലയാളമാണോ ഇംഗ്ലീഷ് ആണോ, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പറിൻ്റെ അവിടെ നിങ്ങൾക്ക് Paytm നമ്പർ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും നമ്പർ കൊടുക്കാം. അങ്ങനെ Paytm നമ്പർ എന്നൊരു ഇത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. അതിലൊരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ പിൻ കോഡ് എന്ന് കാണുന്നിടത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സെൻഡ് കോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കോഡ് വരുന്നത്. നിങ്ങൾ അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ 30 രൂപ ഓൾറെഡി സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടും. പക്ഷേ 30 രൂപയല്ല നമ്മുടെ സൈനപ്പ് ബോണസ്, ആക്ച്വലി 80 രൂപയാണ് നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ബാക്കി സൈനപ്പ് ബോണസ് എങ്ങനെ ക്ലെയിം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു 30 രൂപ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഒരു ആഡ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലൊക്കെ ആഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വെബ്സൈറ്റിലൊക്കെ വരുന്ന പോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനകത്തും ആഡ്സ് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കൊടുത്താൽ മാത്രം മതി. അത് കയറുമ്പോഴൊക്കെ വരത്തുള്ളൂ. അതിനുശേഷം അങ്ങനെ ഒരുപാട് ആഡ്സ് വരില്ല. ഗെയിമൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് വരും, പക്ഷേ അത് നമുക്ക് ഒത്തിരി ശല്യം ഒന്നും ആവത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അകത്തേക്ക് കയറിയിട്ട് അവിടെ നമുക്ക് ഏൺ മണിയുടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും മുകളിൽ.
അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഫസ്റ്റിൽ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 80 രൂപ സൈൻ അപ്പ് ബോണസ് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 55 രൂപ നമുക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഫുള്ള് ക്ലെയിം ചെയ്യാൻ നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരാളെ റെഫർ ചെയ്യാം. ഒരാളെ ഫസ്റ്റ് ഇൻവൈറ്റ് ആണ്. ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നതിന് നമുക്ക് 12,000 കോയിൻ കിട്ടും. അതായത് 12 രൂപയാണ് 12,000 കോയിൻ എന്ന് പറയുന്നത്. 1000 രൂപയാണ് ഒരു കോയിൻ. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം 1000 രൂപയാണ് ഒരു കോയിൻ എന്ന്. അതാദ്യം തന്നെ പറയാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ നോർമലി നിങ്ങൾ റെഫർ ചെയ്താലും നമുക്ക് 6 രൂപയാണ് പെർ റെഫറിന് കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് റെഫറിന് നിങ്ങൾക്ക് 12 രൂപ കിട്ടും. അതിനുശേഷം നിങ്ങൾ ആരെയൊക്കെ റെഫർ ചെയ്യുന്നു അതിന് നിങ്ങൾക്ക് 6 രൂപയാണ് കിട്ടുന്നത്. 6 രൂപ നമുക്ക് ഒറ്റയടിക്ക് കിട്ടത്തില്ല. 2 ദിവസം 3 ദിവസം കൊണ്ടാണ് കിട്ടുന്നത്. ഓരോ ദിവസം നമുക്ക് 2 രൂപ 2 രൂപ 2 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 2 × 3 6 3 ദിവസം കൊണ്ടാണ് കിട്ടുന്നത്. പക്ഷേ ആൾ ഇതിനകത്ത് ആ ഒരു 3 ദിവസം കയറി ലോഗിൻ ചെയ്യണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ നമുക്കാണെങ്കിൽ ന്യൂ യൂസേഴ്സ് റിവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 കോയിൻസ് റിവാർഡായിട്ട് ക്ലെയിം ചെയ്തെടുക്കാം. ആ ന്യൂ യൂസേഴ്സിന് മാത്രമുള്ളതാണ്. അല്ലാതെ നമുക്ക് ഡെയിലി ബോണസ് ഉണ്ട്, അതും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ പ്ലേ ക്യൂസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. എല്ലായിടത്തും നമ്മൾ ഈ പ്ലേ ക്യൂസിന് പോകുന്നത് ഏതാ കൊറിയയുടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ പ്ലേ ക്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യൂസൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ, നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാവുന്നതാണ്. അതിന് നമുക്ക് നല്ല രീതിയിൽ പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. ആ ഒരു പോയിൻറ്റ്സ് നമുക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഇൻവൈറ്റ് റിവാർഡ് ഡബിൾ ആക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ആവും. പക്ഷേ അത് 1-2 യൂസേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര പേരെ റെഫർ ചെയ്താലും അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കരുത്. അല്ലാതെ നമുക്ക് 6 റുപ്പീസ് അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ഡെയിലി ബോണസ് സ്പെഷ്യൽ റിവാർഡ്സിൻ്റെ താഴെ വന്നിട്ടുണ്ട് നമുക്ക് ഹോറോസ്കോപ്പ്, അതുപോലെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ 1-2 ആഡ്സ് വാച്ച് ചെയ്യുന്നതിനാണ് നമുക്ക് അവിടെ ആക്ച്വലി പൈസ തരുന്നത്. പക്ഷേ അത് വേറെ പേരിലൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നതെന്നേ ഉള്ളൂ. പിന്നെ ഇൻവൈറ്റ് ഡബിൾ, അതുപോലെ തന്നെ ഷെയർ റാങ്ക് ലിസ്റ്റ്, അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വാച്ച് ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആഡ് ലോഡായി വരുന്നതായിരിക്കും. ആഡ് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഹോം സ്ക്രീനിലേക്ക് ഇടുകയൊന്നും ചെയ്യരുത്. ആഡ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ഏകദേശം ഒരു 21-30 സെക്കൻഡ് ഉണ്ടാകത്തുള്ളൂ. ആ ചെയ്തതിന് ശേഷം ആ ഒരു ഓഫർ എത്രയാണ് നമുക്ക് പൈസ, എത്ര കോയിൻസ് ആണ് കിട്ടുന്നത്, പൈസ അല്ല കോയിൻസ് ആണ്, ആ ഒരു കോയിൻസ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഡൗൺലോഡ് ആൻഡ് ഏൺ ആണ്. അത് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ. അപ്പോൾ നമുക്ക് 1-2 ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കോയിൻസ് കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് പൈസയും കിട്ടുന്നതാണ്. അതാണ്ട് ഇൻസ്റ്റാൾ ആൻഡ് ഏൺ. പലതിനകത്ത് നമുക്ക് നേരിട്ട് റുപ്പീസിലായിരിക്കും കിട്ടുന്നത്, ചിലതിനകത്ത് നമുക്ക് കോയിൻസ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കണം. എങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മതിയോ, ഇൻസ്റ്റാൾ ചെയ്താൽ മതിയോ, അതുപോലെ സൈനപ്പ് ചെയ്യണോ, എങ്ങനെ എത്ര ദിവസം ഉപയോഗിക്കണോ, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ആണ്. ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം ഉപയോഗിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും സെറ്റിംഗ്സ് ഓൺ ആക്കണമെന്നായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് കാണാൻ നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം, എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ അങ്ങനെ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷനകത്തേക്ക് കയറാവുള്ളൂ. പിന്നെ ഇവിടെ 1-2 ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് സ്പെഷ്യൽ ഓഫറുകളാണ്. അൺഅക്കാഡമിയിലൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 6 രൂപ കിട്ടുന്നതാണ്. 6000 കോയിൻസ്, അല്ലെങ്കിൽ അതൊരു എനിക്കൊന്ന് പവർ പോയിൻറ്റ്സ് ഒന്നും അങ്ങനെ എന്തോ ആണ് അതിനെ വിളിക്കുന്നത്. അതിനെന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് കയറി ഡൗൺലോഡ് ചെയ്തൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ വിഡ്രോയുടെ ഒരു ഓപ്ഷനാണ്. വിഡ്രോയിലേക്ക് നമുക്ക് തിരിച്ച് പിന്നെ വരാം, കാരണം പിന്നെയും കുറച്ചുകൂടെ പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് വിഡ്രോയിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ പിന്നെ നമുക്ക് ഡെയിലി കംപ്ലീറ്റ് ചെയ്യാൻ കുറേ ടാസ്കുകളുണ്ട്. ഷെയർ ടു വാട്സപ്പ് എന്നൊക്കെ പറയുന്ന ടാസ്ക് നിങ്ങൾ ചുമ്മാ ഷെയർ ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് അവിടെ ഷെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരമാണ് ഷെയർ കോയിൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും താഴെ നമുക്ക്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വാട്സപ്പ് കോൺടാക്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക. അന്നേരം തന്നെ അവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് അന്നേരം തന്നെ കോയിൻസ് കിട്ടുന്നതാണ്. 40 കോയിൻസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവുന്നതാണ്. അതുപോലെ കുറേ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട്. സെൽഫ് ഏണിങ്ങിന് ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ റഫർ ഏണിങ്ങിനും ഇതിനകത്ത് മാർഗ്ഗമുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 6 രൂപയാണ് പെർ റെഫറിന് കിട്ടുന്നത്. പക്ഷേ അത് നമുക്ക് സ്റ്റേജസ് ആയിട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ ഗെയിംസിൻ്റെ സെക്ഷൻ ഉണ്ട്. നമ്മൾ തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ കിടു ഗെയിംസുകളുണ്ട്. ഗെയിം എന്ന് പറയുമ്പം 1-2 അല്ല, ഇതിനകത്തൊരു 50-80 ഗെയിംസ് എങ്കിലും കാണും. ഒരു 50 to 80 ഗെയിംസ് എങ്കിലും കാണും. ഇഷ്ടം പോലെ ഗെയിംസ് എന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ അടി വരെ പോകേണ്ടി വരും. അതുപോലെ ഗെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റോസ്തൻ എന്ന് പറയുന്ന കമ്പനിയുടെ റോസ്തൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 50 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് പ്ലേ സ്റ്റോറിലുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഹൈലി ട്രസ്റ്റഡ് ആണ്. ഒരാൾക്ക് പോലും അതിനകത്തൊന്നും പേയ്മെൻറ്റ് കിട്ടാതെ പോയിട്ടില്ല. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. സെയിം കമ്പനിയുടെ ആണോ അല്ലയോ എന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എനിക്ക് ഹാപ്പി ബോക്സിൽ നിന്ന് വന്നൊരു OTP ആണ്. അത് സെയിം സെർവറിൽ നിന്നാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ എനിക്ക് റോസ്തനിൽ നിന്ന് വന്ന OTP, അതേ സെർവറിൽ നിന്നാണ് എനിക്ക് ഹാപ്പി ബോക്സിൽ നിന്ന് OTP വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സെയിം കമ്പനി തന്നെയാണ്, ഫേക്ക് ഐറ്റം ഒന്നും അല്ല. ചില ആൾക്കാർ 1-2 ആൾക്കാർ എൻ്റെ അടുത്ത് ഇതുപോലെ ചോദിച്ചായിരുന്നു, ഇത് ഫേക്ക് ആണോ അല്ലയോ എന്ന്. റിയൽ ആപ്ലിക്കേഷനാണ്.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് ഇതെന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഒരു ബോൾ ഒരു കുഴിക്കകത്തേക്ക് ഇടുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഗെയിമുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്കാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പല പല ഗെയിംസ് കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാം ഒരു കോപ്പി വെർഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഇപ്പോൾ സബ്വേ സർഫേസ് ടെമ്പിൾ റൺ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന സമയത്ത് കുറച്ച് നെറ്റ് വേസ്റ്റ് ആവുന്നുണ്ട്. അതല്ലാതെ നമുക്ക് മനസ്സുഖവും കിട്ടുന്നുണ്ട്, വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ എല്ലാം ഉണ്ട്, നെറ്റും വേസ്റ്റ് ആവുന്നുണ്ട്, മനസ്സുഖവും ഉണ്ട്, അതുപോലെ തന്നെ കൂടെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ പൈസയും കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, അത് കളിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനാണെങ്കിൽ നമുക്ക് കോയിൻസ് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. കോയിൻസ് ഓട്ടോമാറ്റിക്കലി ആണ് കൺവേർട്ട് ആവുന്നത്. നിങ്ങൾ ഉടനെ പറയരുത് കോയിൻസ് കൺവേർട്ട് ആവുന്നില്ല, പൈസ ആവുന്നില്ല, ഞാനിതെങ്ങനെ വിഡ്രോ അടിക്കുന്നൊക്കെ. ഈ കോയിൻസ് നമുക്ക് 24 hours മാത്രമേ കൺവേർട്ട് ആവത്തുള്ളൂ. ഇന്ന് ഏൺ ചെയ്യുന്ന കോയിൻസ് നാളത്തേന് മാത്രമേ പൈസയാക്കി ഓട്ടോമാറ്റിക്കലി അവരെ കൺവേർട്ട് ചെയ്തോളും. നിങ്ങൾക്ക് റോസ്റ്റിന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും. അങ്ങനെ റുപ്പീസിൻ്റെ സെക്ഷനിൽ ആ ഒരു എത്ര കോയിൻസാണ് നിങ്ങൾ ഏൺ ചെയ്ത് അത് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അവിടെ വിഡ്രോയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. വിഡ്രോയെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. ഇവിടെ നമുക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓരോ വീക്കിലിയും അതുപോലെ മന്ത്ലിയും ഓരോ ആൾക്കാർ എത്രത്തോളം പൈസ ഈ ഒരു ആപ്ലിക്കേഷനിൽ വിഡ്രോ എടുക്കുന്നതിൻ്റെ പ്രൂഫും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് വീക്കിലി മന്ത്ലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. എത്രത്തോളം ആൾക്കാർ എത്രത്തോളം പൈസയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഏൺ ചെയ്യുന്നതെന്ന്. പിന്നെ നമുക്കിവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലാംഗ്വേജ് മാറ്റാനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഹാങ് ആവുകയാണെങ്കിൽ ക്ലിയർ കേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാഷ് ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സ്പീഡപ്പ് ആയിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പിന്നെ മെയിൽ ഫീമെയിൽ ജെൻഡർ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഫീമെയിൽ സെലക്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഗെയിം കളിക്കുവാണെങ്കിലും അതുപോലെ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഫീമെയിൽസിന് പ്രയോറിറ്റി കൂടുതലാണ് എല്ലാ ആപ്ലിക്കേഷൻസും കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫീമെയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോയിൻറ്റ്സ് ഒക്കെ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു ട്രിക്കാണ്. ഈവൻ ഗൂഗിളിൽ പോലും നമുക്കങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രയോറിറ്റി കിട്ടുന്നതാണ്. ശരിക്കും റിയാലിറ്റിയാണ് അത്. കാരണം വുമൺസ് കൂടുതൽ കുറവായിരിക്കും ഇങ്ങനത്തെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രയോറിറ്റി കൂടുതലായതുകൊണ്ട് നിങ്ങൾ ജെൻഡർ ഒന്ന് മാറ്റി വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് വലിയ രീതിയിലൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് ഒരു കുറച്ച് പ്രയോറിറ്റി കിട്ടുന്നതായിരിക്കും ഏതൊരു ഗെയിംസിൽ പങ്കെടുക്കുന്ന സമയത്തും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊന്ന് വിഡ്രോ അടിക്കാൻ വേണ്ടി വിഡ്രോവിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 300 രൂപയാണ് മിനിമം റെഡീം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് 1 രൂപയിൽ റെഡീം ചെയ്യണമെങ്കിൽ ഈ ഒരു ഏൺ മണി എന്ന ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 രൂപയ്ക്ക് വിഡ്രോ അടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് 1 രൂപയ്ക്ക് വിഡ്രോ അടിക്കാം. അത് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. റഫർ ബൈപാസ് അല്ല, മറ്റൊരു ഫോണിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം, നിങ്ങളുടെ വീട്ടിലുള്ള ഫോണിൽ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 300 രൂപയാകുമ്പോൾ മാത്രമേ പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം കുറച്ച് ടാക്സ് പോയിട്ട് 277 രൂപ നമ്മുടെ പേടിഎമ്മിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.